പ്രേക്ഷകർക്ക് സ്വാഗതം. ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ. ഇന്നലെയാണ് IFT ന്യൂസ് മീഡിയ ഒരു വാർത്ത പുറത്തേക്ക് വിട്ടത്. ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഒഡീഷ FC റൈറ്റ് ബാക്കിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സെർജിയോ ലൊബേറയുടെ വജ്രായുധമായ അമയ് റണവാഡയെ സ്വന്തമാക്കാനായുള്ള ശ്രമങ്ങൾ നടത്തിവരികയാണെന്നാണ് ഇന്നലെ IFT ന്യൂസ് മീഡിയ റിപ്പോർട്ട് ചെയ്തത്. സെർജിയോ ലൊബേറയെ അടുത്ത സീസണിൽ ബ്ലാസ്റ്റേഴ്സിന് പരിശീലകനായി കൊണ്ടുവരാനാണ് ബ്ലാസ്റ്റേഴ്സിന് ഇപ്പോഴത്തെ ശ്രമമെന്നതും നമുക്ക് അറിയാനായിട്ട് സാധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വജ്രായുധമായ അമയ് റണവാഡെ എന്ന് പറയുന്ന ഈ താരത്തെ കൊണ്ടുവരാൻ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ വലിയ ശ്രമങ്ങൾ നടത്തുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് ഇന്നലെയും പുറത്തേക്ക് വന്നത്. എന്നാൽ ഇപ്പോൾ എത്ര ശതമാനത്തോളം താരം ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്താനുള്ള സാധ്യതകൾ നിലവിലുണ്ട് എന്നതാണ് ആരാധകർ ഇപ്പോൾ ചോദിക്കുന്നത്. എന്നാൽ ഇപ്പോൾ നമുക്ക് ട്രാൻസ്ഫർ മാർക്കറ്റിൻ്റെ വെബ്സൈറ്റിൽ പോയി പരിശോധിച്ചാൽ അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്താനുള്ള സാധ്യതകൾ ഇപ്പോൾ 82% വർദ്ധിച്ചിട്ടുണ്ട്. ഇന്നലെ അത് 73%. ഇന്ന് രാവിലോട് കൂടി അതിപ്പോൾ 81 ഇപ്പോൾ അത് 82% വർദ്ധിച്ചിട്ടുണ്ട്. ഉച്ചയായപ്പോഴേക്കും അത് 82% മാറിയിട്ടുണ്ട് എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും നല്ലതുപോലെ തന്നെ ചർച്ച പുരോഗമിക്കുകയാണ് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത്. കൂടാതെ പരിശീലകനായി സെർജിയോ ലൊബേറയും കൊണ്ടുവരാൻ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ കഠിനമായ ശ്രമങ്ങൾ തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വേണ്ട ചില പ്ലേയേഴ്സിനെ ഇവിടെ ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അതിനുള്ള പരിശ്രമത്തിലാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് നിലവിലുള്ളതെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ അദ്ദേഹത്തെ ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയാലും അദ്ദേഹം ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി പന്ത് തട്ടില്ല. അടുത്ത സീസണിൽ മാത്രമേ താരം ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി പന്ത് തട്ടുകയുള്ളൂ. എന്തായാലും അമയ് റണവാഡെ എന്ന് പറയുന്ന താരം ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്താനുള്ള സാധ്യതകൾ ഇപ്പോൾ വളരെ വളരെ കൂടിയിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. എന്തായാലും താരവും ബ്ലാസ്റ്റേഴ്സും തമ്മിലുള്ള ചർച്ച ഇപ്പോൾ 82% വിജയകരമായി പൂർത്തിയായിരിക്കുന്നു എന്ന് തന്നെയാണ് ട്രാൻസ്ഫർ മാർക്കറ്റിൻ്റെ വെബ്സൈറ്റിൽ പോയി പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്.